أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كتب عليكم القتال وهو كره لكم وعسى أن تكرهوا شيئا وهو خير لكم وعسى أن تحبوا شيئا وهو شر لكم والله يعلم وأنتم لا تعلمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ അൽ ബഖറ 217 ആയത്താണ് നിങ്ങളിവിടെ കേട്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: യുദ്ധം ചെയ്യുന്നത് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു, അതാകട്ടെ നിങ്ങൾക്ക് അനിഷ്ടകരവുമാണ്. ഒരു കാര്യം നിങ്ങൾക്ക് ഗുണകരമായിരിക്കെ നിങ്ങളത് വെറുത്തു എന്ന് വരാം. ഒരു കാര്യം നിങ്ങൾക്ക് ദോഷകരമായിരിക്കെ അത് നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെന്നും വരാം. അള്ളാഹു എല്ലാം അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഹദ്റത്ത് ഖലീഫ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ആയത്തിൽ നിന്നും സഹാബാക്കൾ യുദ്ധം ഇഷ്ടപ്പെടാതിരുന്നത് അവർ ഭീരുക്കളായതുകൊണ്ടല്ല, മറിച്ച് മൂമിൻ എപ്പോഴും തന്നെ സന്ധിയാണ്, സമാധാനമാണ് ഇഷ്ടപ്പെടുന്നത്. അതായത് സന്ധി ഉണ്ടാക്കാനാണ് അവർ ആദ്യം ശ്രമിച്ചിരുന്നത്. അതായത് യുദ്ധം ഒഴിവാക്കി സമാധാനപരമായൊരു പരിഹാരം ലഭിക്കുമെങ്കിൽ അതിനാണ് അവർ ആദ്യം ശ്രമിച്ചിരുന്നത്. അവർ ശത്രുക്കളോട് പോരാടിയിരുന്നതു, പക്ഷേ അത് വേറെ വഴിയില്ലാത്ത നിർബന്ധിത സാഹചര്യത്തിലായിരുന്നു അങ്ങനെ ചെയ്തിരുന്നത്. അതായത് രക്തച്ചൊരിച്ചിലില്ലാതെ കുഴപ്പങ്ങൾ അടിച്ചമർത്താൻ കഴിയുമെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. എന്നാൽ അവർക്ക് നിർബന്ധിതമായി യുദ്ധം ചെയ്യേണ്ടി വന്നു പലപ്പോഴും. ഇത് സ്വഹാബാക്കളുടെ ഉന്നത ഗുണമാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് അവരുടെ ഭീരുത്വമല്ല. ശത്രുക്കളുടെ പ്രശ്നങ്ങൾക്കിടയിലും അവരുടെ ബുദ്ധിമുട്ടുകൾക്കിടയിലും അവർ സമാധാനം ആഗ്രഹിച്ചു, അതിന് പരിഹാരം ആഗ്രഹിച്ചു എന്നത് വളരെ പ്രശംസനീയമാണ്. ഇവിടെ ക്രിസ്ത്യാനികൾ ഈ ആയത്തിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ആരോപിക്കുന്നു മുസ്ലിങ്ങൾ യുദ്ധത്തെ ഭയപ്പെട്ടിരുന്നുവെന്നും അതിനാൽ അവർ ഭീരുക്കളായിരുന്നുവെന്നുമാണ്. എന്നാൽ സഹാബാക്കളെ ഭീരുക്കളെന്ന് ആക്ഷേപിക്കുന്ന ക്രൈസ്തവർ അവരുടെ ഹവാരികളുടെ ധീരത എന്തായിരുന്നു എന്ന് നോക്കുന്നില്ല. യേശുവിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് അവർ എന്ത് ധീരതയാണ് കാണിച്ചത്? സത്യത്തോടൊപ്പം ധീരമായി നിലകൊണ്ട ഒരു ശിഷ്യൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ബൈബിൾ സാക്ഷ്യം വഹിക്കുന്നു. ഒരു ശിഷ്യൻ അദ്ദേഹത്തെ 3 തവണ തള്ളിപ്പറയുകയും ശപിക്കുകയും ചെയ്തു എന്ന് അതിൽ പറയുന്നു. ബാക്കിയുള്ളവർ ആ നിർണായകമായ നിമിഷത്തിൽ യേശുവിനെ വിട്ട് ഓടിപ്പോയി. ഇത്തരത്തിലുള്ള ആളുകളെ ധീരരും വിശുദ്ധരുമായി കരുതുന്ന ക്രൈസ്തവർ സ്വഹാബികളെ അധിക്ഷേപിക്കുന്നത് കാണുമ്പോൾ അവരുടെ ബുദ്ധിശൂന്യതയിൽ അത്ഭുതം തോന്നുന്നു. പിന്നെ ഹുദൂർ പറയുന്നു, ക്രൈസ്തവർക്കൊരു ശീലമുണ്ട്, സഹാബാക്കൾ യുദ്ധത്തിന് പോയാലും ആരോപണം ഉന്നയിക്കും, ഇനി പോയില്ലെങ്കിലും ആരോപണം ഉന്നയിക്കും. അവർ പറയുന്ന സമ്പത്തിന് വേണ്ടിയാണ് അവർ യുദ്ധം ചെയ്തത് എന്ന് ആരോപിക്കുകയും പിന്നെ സഹാബാക്കൾക്ക് യുദ്ധം പേടിയായിരുന്നു എന്ന് അവർ ഭീരുക്കളാണെന്നും ആരോപിക്കുന്നു. അപ്പോൾ അതിൽ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഹുദൂർ പറയുന്നു, സത്യത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെയാണ് വാസ്തവം. സത്യവിശ്വാസി സമാധാനപ്രിയനാണ്. അവൻ യുദ്ധം ചെയ്യാൻ നിർബന്ധിതനാകുന്നുവെങ്കിലും ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു പ്രശ്നം പരമാവധി ഒഴിവാക്കാനാണ് മുഅ്മിനീങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുക. പിന്നെ അള്ളാഹു പറയുന്നു, നിങ്ങളൊരു കാര്യത്തെ വെറുത്തേക്കാം, എന്നാൽ അത് നിങ്ങൾക്ക് ഗുണകരമായേക്കാം. നിങ്ങളൊരു കാര്യത്തെ ഇഷ്ടപ്പെട്ടേക്കാം, എന്നാൽ അത് നിങ്ങൾക്ക് ദോഷകരമായേക്കാമെന്ന്. ഇതിനെക്കുറിച്ച് പറയാണ്, വാസ്തവത്തിൽ മനുഷ്യൻ്റെ അറിവും ബുദ്ധിയും പരിമിതമാണ്. ഈ പരിമിതി കാരണം മനുഷ്യൻ ചിലപ്പോൾ ഒരു കാര്യം തനിക്ക് ഗുണകരമാണെന്ന് കരുതുന്നു, എന്നാൽ അത് അവന് ദോഷകരമായിരിക്കും. ചിലപ്പോൾ മനുഷ്യൻ ഒരു കാര്യത്തെ തനിക്ക് ദോഷകരമാണെന്ന് കരുതുന്നു, എന്നാൽ യഥാർത്ഥത്തിൽ അത് അവന് ഗുണകരമായിരിക്കും. ഇത് പറയുന്നത് ഇതിന് പിന്നിൽ സ്നേഹം എന്ന വികാരത്തിൻ്റെ അമിതമായ സ്വാധീനമായിരിക്കും, അല്ലെങ്കിൽ വെറുപ്പ് എന്ന വികാരത്തിൻ്റെ സ്വാധീനം. അതായത് അമിതമായ സ്നേഹം കാരണം ഒരു കാര്യത്തിലെ ദോഷങ്ങൾ കാണാൻ കഴിയില്ല. അതിനോടുള്ള ആസക്തി കൊണ്ട് അതിലുള്ള ദോഷങ്ങൾ കാണാൻ നമുക്ക് കഴിയില്ല. അതുപോലെ കഠിനമായ വെറുപ്പ് കാരണം മറ്റൊരു കാര്യത്തിൻ്റെ ഗുണങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇതാണ് സംഭവിക്കുന്നത്. ഇതാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ ഹുദൂർ പറയുന്നു, മനുഷ്യൻ്റെ അവസ്ഥ, അതായത്
അവൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് എപ്പോഴും നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നില്ല, പകരം മോശഫലങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അവൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതിനുള്ള ഏക വഴി അള്ളാഹുവിൻ്റെ സന്നിധിയിൽ വിനീതമായി വീഴുകയും ഇപ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. അതായത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നേരായ മാർഗത്തിൽ നയിക്കണമേ എന്ന്. വാഹിർ ദൗവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.